പ്രിയപ്പെട്ട കുട്ടികളെ, അതുപോലെ തന്നെ കായികാധ്യാപകർ, ജനപ്രതിനിധികൾ, രക്ഷാകർത്താക്കൾ, വളരെ സന്തോഷം. 22 വർഷമായി. എനിക്ക് തോന്നുന്നു 2 വർഷം കോവിഡിൻ്റെ സമയത്തായിരിക്കും ഈ ക്യാമ്പ് നടക്കാത്തത്. അപ്പോൾ ബാക്കി 20 വർഷവും നല്ല സന്തോഷകരമായുള്ള ക്യാമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണിത്. ഞാൻ പറയാൻ കാരണം, ഒരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് പഞ്ചായത്ത് ആയാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും സർക്കാരായാലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യക്ഷമമായുള്ള പ്രവർത്തനം സമൂഹത്തിൽ നടത്താൻ വേണ്ടി കഴിയൂ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ആരോഗ്യമാണ്. ഇന്ന് നമുക്കറിയാം, നിരവധിയായ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആളുകൾക്ക് അസുഖബാധിതരായി പോകുന്ന ഒരു കാലമായി നമ്മുടെ നാട് മാറുകയാണ്. അപ്പോൾ അത് നിരവധിയായുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഭക്ഷണം സംബന്ധിച്ചുള്ളതാണ്, മറ്റൊന്ന് നമ്മളെ എക്സസൈസ് സംബന്ധിച്ചുള്ള ഇതാണ്. അപ്പോൾ അതിനൊക്കെ കുറച്ച് പരിഹാരം കാണാൻ ഈ ഒരു അവധിക്കാല ക്യാമ്പിലൂടെ കഴിയും. അതാണ് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഫെഡറേഷൻ, റെസിഡൻസ് സൊസൈറ്റിയുടെ ഫെഡറേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ള കുറച്ച് കുട്ടികൾക്കുണ്ട്. ഇപ്പം നമുക്ക് സമൂഹത്തിൽ മുഴുവൻ പേർക്കുമല്ല, കുറച്ച് കുട്ടികൾക്ക് ഇതുപോലെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു അറിവ് പകർന്നു നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്നത് രക്ഷാകർത്താക്കൾ കുട്ടികൾക്കൊപ്പം വന്ന് അവരും കൂടി പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ്. അപ്പോൾ നിങ്ങൾക്കിത് ജീവിതത്തിൽ നിങ്ങളുടെ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്യാമ്പിൻ്റെ ഒരു ഗുണം എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം ഹാപ്പിയാണോ? ആണോ? അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള എല്ലാവരും, ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അച്ഛനമ്മമാരും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ? എന്താണ് പറയുക? ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നിങ്ങൾക്ക് പരിശീലനം നൽകിയ പ്രിയപ്പെട്ടവരും നിങ്ങൾ അച്ഛനമ്മമാരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കണം, അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലോ? ശരി. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ല. നമുക്കൊന്ന് ഉച്ചത്തിൽ കൂവാൻ പറ്റുമോ? കൂവാൻ അറിയാമോ? വാക്കില്ല. ഇപ്പം കൂവാറുണ്ടോ? ഈ കൂവാത്തത് കാരണം നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, അതിൻ്റെ ആരോഗ്യത്തിനകത്തുണ്ട്. വല്ലപ്പോഴും കൂവണം, അല്ലേ? കൂവാമോ? തയ്യാറാണോ? ഒരുമിച്ച് കൂവാമോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. മിടുക്കരാണ് കേട്ടോ, മിടുക്കരാണ്. ഇപ്പം എനർജി ആയില്ലേ? നമുക്കൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഫെഡറേഷൻ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ നേതൃത്വം കൊടുത്ത് രാവിലെ ഉറക്കമെണീറ്റ് അതിനുവേണ്ടി 20 വർഷക്കാലം കൊണ്ട് ഇങ്ങനെ കഠിനാധ്വാനം നടത്തുന്ന നമ്മുടെ ഈ അങ്കിളുമാർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ നമുക്ക് ഒരു മികച്ച കയ്യടി കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുക്കണ്ടേ? കയ്യടിക്കാം. ഓക്കെ, അത്രയ്ക്കൊരു കയ്യടി. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു നൽകുന്ന ഫോറത്തിനും ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ സ്പോർട്സ് കൗൺസിലിനും ബ്ലോക്ക് പഞ്ചായത്തിനും നമ്മുടെ അച്ഛനമ്മമാർക്കും എല്ലാം വേണ്ടി ഒരു കയ്യടി. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമുണ്ടല്ലോ ചിലത്. എന്ത് സാധനമാണെങ്കിലും നമുക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം നമ്മളിത് അറിയാനും വൈകിപ്പോയി.